രാത്രി 9 തൊട്ട് 9:30 വരെ സീരിയൽ കാണാൻ വേണ്ടി മാത്രം വരുന്ന ഒരു പ്രേതം. സോ അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ച് അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് നൽകിയ ഒരു മൂവിയാണ് 'ശുഭം' എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവി. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്ത് പ്രസന്റ് ചെയ്തത് സമന്തയാണ്. സമന്ത ഒരു ചെറിയ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. സോ ഈ മൂവിയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കേബിളിൻ്റെ പരിപാടി നടത്തുന്ന ഹർഷിത് റെഡ്ഡിയുടെ ഒരു ക്യാരക്ടറിൽ നിന്നാണ്. സോ അദ്ദേഹം ഒരു കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയാണ് ഈ ഒരു രസകരമായ സംഭവങ്ങൾ നടക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇതിൽ ഈ ഒരു വസന്ത് മകരണ്ടി എന്ന് പറയുന്ന ഈ ഒരു ടെക്നീഷ്യൻ എഴുതിയിരിക്കുന്നത്. സോ അതാണ് ഈ ഒരു മൂവിയുടെ മേജർ ഹൈലൈറ്റ്. അങ്ങനെ പോകുന്ന കഥയിൽ വരുന്ന ഫണ്ണി എലമെന്റ്സ് ആണ് ഈ ഒരു മൂവി പറയുന്നത്. സോ ഓരോ ക്യാരക്ടേഴ്സ്, ഓരോ മെയിൽ ക്യാരക്ടേഴ്സും ഇതിൽ പോയി പെടുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് അവരുടെ ക്യാരക്ടർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പിന്നെ അങ്ങോട്ട് അവർ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ അവരുടെ ചേഞ്ചസ്, അതിലുള്ള ഫണ്ണി എലമെൻറ്റ്സ് ഒക്കെ ഓരോ രീതിയിൽ പുറത്തു വരുന്നതാണ്. സോ അതാണ് ഈ ഒരു മൂവിയുടെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ പ്രമല എന്ന് പറയുന്ന ഡയറക്ടറാണ് സിനിമ ബണ്ടി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് 2021 ഇറങ്ങിയ സിനിമ ബണ്ടി എന്ന് പറയുന്ന ഒരു മൂവിക്ക് വളരെ ക്രിട്ടിക്കൽ അക്ലമേഷൻ കിട്ടിയ ഒരു കോംബോ ആയിരുന്നു. പ്ലസ് അവരുടെ രണ്ടുപേരുമായിട്ട് മേക്കിങ്ങും സ്ക്രീൻ പ്ലേ ആണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. സോ പിന്നെ പറയുകയാണെങ്കിൽ ന്യൂ കമേഴ്സ് ആണ് അഭിനയിക്കുന്നെങ്കിലും കിടിലം പെർഫോമൻസ് അവരുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. സോ ഇതിൽ കൂടുതലായും അഭിനയിക്കുന്നത് ഈ ഒരു ഹർഷിത് വി റെഡ്ഡി, ശാലിനി കൊണ്ടംപുടി, സിയ കൊന്താം, ഗാരി റെഡ്ഡി ശ്രീനിവാസ്, പ്രശാന്ത് പെറി, ശ്രാവണി ലക്ഷ്മി എന്നിവരൊക്കെയാണ്. സോ ഇതിൽ ഒരു ശ്രാവണി ലക്ഷ്മി, ഈ ഒരു ഗാരി റെഡ്ഡി ശ്രീനിവാസ്, ഈ ഒരു കോംബോയുടെ പെർഫോമൻസ് വളരെയധികം ഈ ഒരു സിനിമയുടെ മൂഡും ഫണ്ണി നേച്ചറൊക്കെ ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിലും ഇവരുടെ ആ ഒരു പെർഫോമൻസ് ഈ ഒരു സിനിമയുടെ മേജർ ഹൈലൈറ്റ് ആയിരുന്നു. സോ മെയിൻലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ആ ഒരു ക്യാരക്ടേഴ്സ് പോയിപ്പെടുന്ന സിറ്റുവേഷൻസ്, പിന്നെ ഇവർ എന്തൊക്കെ ചെയ്താണ് ഇതിൽ രക്ഷപ്പെടാൻ പറ്റുന്നതെന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ വളരെ രസകരമായിട്ട് എടുത്ത സംഭവമാണ്. ഒരു മൂവിയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ആയിട്ട് വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതിപ്പോൾ മ്യൂസിക് ആണെങ്കിലും, സ്റ്റോറി ആണെങ്കിലും, റൈറ്റിംഗ് ആണെങ്കിലും, സ്ക്രീൻ പ്ലേ ആണെങ്കിലും, ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഈ ഒരു ആക്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. സോ ആ ഒരു ക്യാരക്ടറിൽ കൂടിയാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പെയിനും അതുപോലെ തന്നെ ക്ലൈമാക്സിൽ വരുന്ന നല്ല മെസ്സേജസ് ഒക്കെ നമുക്ക് കൺവേ ആവുന്നത്. സോ ആ ഒരു രീതിയിൽ ഈ ഒരു ന്യൂ കമേഴ്സ് എല്ലാം തന്നെ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ അതായിരുന്നു ഈ സിനിമയുടെ മേജർ ഹൈലൈറ്റ്. സോ ഈ മൂവി ആരും മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഫണ്ണി എലമെന്റ്സ് ഉള്ള മൂവീസ് അല്ലെങ്കിൽ ഒരു കോമഡി മൂവീസ് കൂടുതലും വർക്കൗട്ടായി വരുന്നത് അങ്ങനെ റയറാണ്. സോ അങ്ങനെയുള്ള ഒരു ഡിഫറെൻറ്റ് മൂവിയാണിത്. സോ ഇങ്ങനെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റിൽ കോമഡി മിക്സ് ചെയ്യുന്ന ഈ കൈൻഡ് ഓഫ് മൂവീസ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു മൂവിയാണ്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.